5 വർഷത്തിന് മുമ്പുള്ള ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇന്ത്യൻ മാർക്കറ്റിൽ നിരവധി മാറ്റങ്ങളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തിന് മുമ്പുള്ള ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡിന്റെ രാജാവ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയുന്ന പേരാണ് ആമസോൺ പേ ICICI. പക്ഷേ ഇപ്പോൾ അതേ കാർഡാണോ രാജാവായി നിലനിൽക്കുന്നത്? അല്ല. ഈ വീഡിയോയിലൂടെ കൂടുതൽ ക്യാഷ് ബാക്ക് നൽകുന്ന 4 ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത്, ക്രെഡിറ്റ് കാർഡിന്റെ നല്ല വശങ്ങൾ, അതുപോലെ തന്നെ മോശം വശങ്ങൾ എന്നിവയെല്ലാം ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരിക്കലും ക്രെഡിറ്റ് കാർഡിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല. ഈ വീഡിയോയിലൂടെ ഞാൻ ഈ ഒരു ക്രെഡിറ്റ് കാർഡുകളുടെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആമസോൺ പേ ICICI കാർഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആമസോൺ ആപ്പ്. അപ്പോൾ ആ ഒരു ആമസോണിന്റെ വളർച്ച, ആ ഒരു ആമസോൺ എന്നൊരു കമ്പനി നമ്മളുടെ ഇന്ത്യയിലെ ഓരോ ജനതയ്ക്കും നൽകിക്കൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ്സ് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എവിടെയാണെങ്കിലും ആമസോൺ കൃത്യമായി നമ്മളിൽ എത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ആമസോണിനെ കുറിച്ചല്ല, നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനും സാധിക്കും. നിങ്ങളൊരു പ്രൈം മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കുന്നു നിങ്ങൾ ആമസോണിലൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ. പ്രൈം മെമ്പേഴ്സ് അല്ലാത്തവർക്ക് ആ ഒരു 5% ലഭിക്കില്ല, കുറച്ച് കുറവായിരിക്കും. 3% ക്യാഷ് ബാക്ക് ആയിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾ ഒരു പ്രൈം മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രൈം മെമ്പേഴ്സിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എല്ലാം ആമസോൺ കൃത്യമായി നൽകുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെല്ലാം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു ആമസോൺ ഉപയോഗിച്ചിരുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാനും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ പ്രൈസ് ചോദിക്കുമ്പോൾ ഓൺലൈനിൽ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രൈസ് ആ ഒരു വസ്തുവിന് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നോർമലി പറയും, നോക്കൂ ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റിന് ഇത്ര രൂപയേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഇത്രയും അധികം വില നൽകുന്നു എന്നൊക്കെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഓൺലൈൻ വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റിനും അതുപോലെ തന്നെ ഓഫ്ലൈൻ വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റിനും ഏകദേശം ഈക്വൽ പ്രൈസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് ആ ഒരു ഓൺലൈൻ പർച്ചേസ് ബെനിഫിഷ്യലായി ഇരിക്കുമെന്ന കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോർമലി ഈ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രൈസിന് വലിയ വ്യത്യാസമില്ല. ഓഫ്ലൈൻ ആയാലും വരുന്ന പ്രോഡക്റ്റിന് അത്രയും ക്വാളിറ്റി ഉണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. അപ്പോൾ ഇപ്പോൾ സാധാരണ ജനങ്ങളെല്ലാം ഓഫ്ലൈൻ പോയി പർച്ചേസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആളുകളുടെ ചിന്താഗതിയിലും വ്യത്യാസം വന്നിരിക്കുകയാണ്. കാശിനായി ആമസോണിനെ ഉപയോഗിക്കുന്നതിന് പകരം ആ ഒരു വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് ആർക്കെല്ലാം ആയിരിക്കും ബെനിഫിറ്റ് ആയിരിക്കുന്നത്? ആ ഒരു പ്രൈം മെമ്പേഴ്സ് ഉള്ള അതുപോലെ തന്നെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമായി ഈ ഒരു ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എത്ര രൂപയാണെങ്കിൽ 5% നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത്. ചെറിയ തുകയാണെങ്കിലും എത്ര രൂപയാണെങ്കിലും അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നത് ഈ ഒരു ആപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് എന്നുള്ളത് ഒരു പോരായ്മയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ആ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. നമ്മൾ എല്ലാവരും ആ ഒരു പണം, ആ ഒരു ക്യാഷ് നമ്മളുടെ കയ്യിൽ വെച്ചായിരുന്നു ട്രാൻസാക്ഷൻ എല്ലാം നടത്തിയിരുന്നത്. 1000 രൂപയോ 500 രൂപയോ 100 രൂപയോ നമ്മളുടെ കയ്യിൽ ഉണ്ടാവും. നമ്മൾ അത് കടയിൽ ചെന്ന് സാധനം വാങ്ങുന്നു. അങ്ങനെയായിരുന്നു നോർമലി എല്ലാ ജനങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വളരെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പണം നൽകി ആ ഒരു സാധനം വാങ്ങുന്ന ആ ഒരു കൾച്ചറൊക്കെ മാറിയിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും നോർമലായി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ. അപ്പോൾ നമ്മൾ ഈ ഫോൺ പേയിലൂടെയോ ഗൂഗിൾ പേയിലൂടെയോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. അത് നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. 1 രൂപയോ 2 രൂപയോ അല്ലെങ്കിൽ 5 രൂപയോ ചെറിയ തുകയായിരിക്കാം നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത്. പക്ഷെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത്. ഇത്തരത്തിൽ ഓൺലൈനായി UPI വഴി ട്രാൻസാക്ഷൻ നടത്തി ക്യാഷ് ബാക്ക് കൂടുതൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് ക്രെഡിറ്റ് പേ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഇത് ഞാൻ ബെറ്റർ ആണെന്ന് പറയാൻ കാരണം ക്രെഡിറ്റ് പേ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അവർ യെസ് ബാങ്കുമായാണ്
പാർട്ട്ണർഷിപ്പ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ റിവാർഡ്സ് ആണ് ലഭിക്കുന്നത്. നമ്മൾ ക്രെഡിറ്റ് പേയിലൂടെ UPI ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് 2% ക്യാഷ് ബാക്കും അതുമാത്രമല്ല യെസ് ബാങ്ക് നൽകുന്ന റിവാർഡ്സ് പോയിന്റും നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു ക്രെഡിറ്റ് കാർഡും ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് UPI ട്രാൻസാക്ഷനായി ഉപയോഗിക്കുകയാണെങ്കിൽ 2% ക്യാഷ് ബാക്കും ലഭിക്കുന്നു. സപ്പോസ് നിങ്ങൾ 200 രൂപയ്ക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യുന്നു കരുതുക, അപ്പോൾ നിങ്ങൾക്ക് 8 പോയിന്റ് ക്യാഷ് ബാക്ക് ആയിട്ടും ലഭിക്കുന്നു. ഇൻ കേസ് നിങ്ങൾ ഓഫ്ലൈനായി പർച്ചേസ് ചെയ്തു എന്ന് കരുതുക, ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്തു എന്നും കരുതുക. 200 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റ്സും റിവാർഡായി ലഭിക്കുന്നു. അതുമാത്രമല്ല യൂട്ടിലിറ്റീസ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് പേയ്മെന്റ്സ് എന്നിവയിലും 200 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പോയിന്റ്സും റിവാർഡായി ലഭിക്കുന്നു. സാധാരണ ക്രെഡിറ്റ് കാർഡിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു പോയിന്റ്സും അതുപോലെ തന്നെ റിവാർഡ്സും ഒന്നും നൽകാറില്ല. ക്രെഡിറ്റ് പേയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള റിവാർഡ്സ് ലഭിക്കുന്നതും അതും ഇത്രയും അധികമായി ലഭിക്കുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന ക്യാഷ് ബാക്ക് എല്ലാം നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് പേ ആപ്പ് ഉപയോഗിച്ച് യൂസ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് പേ ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ഒരു ആപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നേടാവുന്നതാണ്. അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ വെൽക്കം വൗച്ചറായി 1000 രൂപയും നിങ്ങൾക്ക് നേടാം. 1000 രൂപ എന്ന് കേട്ട് നിങ്ങൾ ഞെട്ടണ്ട, അത് എങ്ങനെയാണ് ലഭിക്കുന്നതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ യെസ് ബാങ്ക് ക്രെഡിറ്റ് പേ ക്രെഡിറ്റ് കാർഡ് എടുത്തു എന്ന് കരുതുക. അത് നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് പേ ആപ്പുമായി ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 1000 രൂപ റിവാർഡായി ലഭിക്കുന്നു. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ് കൂടുതലായി ലഭിക്കുന്നത് ആരാണോ UPI ട്രാൻസാക്ഷൻ കൂടുതലായി ചെയ്യുന്നത് അവർക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇത് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഈ കാർഡ് എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് 1000 രൂപ റിവാർഡായും ലഭിക്കുന്നു. ഞാനിപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലിങ്ക് ഉപയോഗിച്ച് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാവുന്നതാണ്. മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സിസ് ഏസ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ആക്സിസ് ബാങ്ക് ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നൽകുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡും വളരെ മികച്ച ഒരു ക്രെഡിറ്റ് കാർഡാണ്. പക്ഷേ ഇത് എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവും അതിലെ ആ ഒരു ഫീച്ചേഴ്സ് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഗൂഗിൾ പേ ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ബിൽ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. അതുമാത്രമല്ല സ്വിഗ്ഗി, സൊമാറ്റോ, ഓല എന്നിവയിൽ 4% ക്യാഷ് ബാക്കും ലഭിക്കുന്നു. അതുമാത്രമല്ല മറ്റേത് ട്രാൻസാക്ഷൻ നടത്തിയാലും 1.5% ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. മാക്സിമം ക്യാഷ് ബാക്ക് നോക്കുകയാണെങ്കിൽ മാസത്തിൽ 500 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് ഇതിലൂടെ നേടാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞത് മാക്സിമം ആണ്. അതായത് ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ടോട്ടൽ ആ ഒരു ട്രാൻസാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഓൺലൈനായി ഫുഡ് വാങ്ങുകയോ അങ്ങനെ ഓരോ പർച്ചേസും നമുക്ക് ചെയ്യുമ്പോൾ മാക്സിമമായി നമുക്ക് ലഭിക്കുന്നത് 500 രൂപ വരെ ക്യാഷ് ബാക്ക് ആണ്. വെറും 500 രൂപ ക്യാഷ് ബാക്കിന് വേണ്ടി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കാരണം മറ്റ് നിരവധി ക്രെഡിറ്റ് കാർഡ് ഇതിനേക്കാളും കൂടുതൽ ക്യാഷ് ബാക്ക് നൽകുമ്പോൾ ഇത് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും നിങ്ങളാണ്. നാലാമതായി നമ്മൾ നോക്കാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡാണ് HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും HDFC അതുപോലെ തന്നെ സ്വിഗ്ഗി ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് നൽകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും അവരുടെ ജോലികളിൽ തിരക്കിലാണ്. എല്ലാവരും ഒരുപക്ഷെ ഓഫീസിലായിരിക്കാം അല്ലെങ്കിൽ സൈറ്റിലായിരിക്കും. അങ്ങനെ ഓരോരുത്തരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തുല്യരായി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആർക്കും തന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു സമയമില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ഓൺലൈൻ ആപ്പായ സ്വിഗ്ഗി, സൊമാറ്റോ എന്നിവയിലൂടെ ഭക്ഷണം ഓർഡർ ചെയ്യുകയും അത് നമ്മൾ കഴിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ളവർക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വിഗ്ഗിയിൽ 1500 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫർ ലഭിക്കുന്നു. ഫുഡ് ഡെലിവറി അതുപോലെ തന്നെ ഡൈനിങ് ഔട്ട് എന്നിവയെല്ലാം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 10% ഓഫർ നേടാനും സാധിക്കും. ഇതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ മാസം ഒരു 15,000 നിങ്ങളുടെ ഒരു ഫുഡ് ഡെലിവറിക്കായി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം അതിലൂടെ ഈ ഒരു 10% ഓഫറിലൂടെ 1500 രൂപ സേവ് ചെയ്യാനും സാധിക്കും. മാസത്തിൽ 15,000 റുപ്പീസ് ഫുഡിന് വേണ്ടി ചെലവഴിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഞാൻ അതൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇൻ കേസ് നിങ്ങൾ രണ്ടുപേരും തിരക്കാണ്, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും നിങ്ങൾ ഇത്തരത്തിൽ ഓൺലൈനാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഒരു 15,000 റുപ്പീസിന് മന്ത്ലി നിങ്ങൾ ഈ ഒരു ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് മാക്സിമമാണ് ഞാൻ പറയുന്നത് 1500 രൂപ സേവ് ചെയ്യാൻ സാധിക്കും.
മറ്റേതെങ്കിലും ഓൺലൈൻ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5% ക്യാഷ് ബാക്കും നമുക്ക് നേടാൻ സാധിക്കും. അതും അപ് ടു 1500 വരെയാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ യൂണിറ്റ് പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 12 ഫ്രീ ഗോൾഫ് ലെസണും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 1 നൈറ്റ് 1 ഡൈൻ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് നേടാൻ സാധിക്കും. അത് മാത്രമല്ല സെലക്ട് മാസ്റ്റർ കാർഡ് ഗ്ലോബലി. സാധാരണ ഇത്തരത്തിലുള്ള നല്ല ബെനിഫിറ്റ്സ് എല്ലാം ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡിനാണ് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫ്രീ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമുക്ക് ഇത്രയേറെ ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ 4 ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ ഏത് ക്രെഡിറ്റ് കാർഡാണ് വാങ്ങാൻ പോകുന്നത് താഴെ കമന്റ് ബോക്സിലും പറയൂ. അത് മാത്രമല്ല ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. Boss Wala. Be the boss.